ഹലോ, അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കയറിയിട്ടടിക്ക് എൻ്റെ ഒരു പാചക പരീക്ഷണമാണ് കേട്ടോ. പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന സാധനമായിരുന്നു ഇലയുടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ അതൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ അതിന് ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നമ്മുടെ സാധാ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം കുഴച്ചെടുക്കുക. ഞാനിന്നിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ എൻ്റെ പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് അരിപ്പൊടി ഉപയോഗിക്കാം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് വെള്ളം കൂടിയും പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് ഡ്രൈ ആവുകയും ചെയ്യരുത്. ഒരു മീഡിയം സ്റ്റേജിൽ നമുക്കിത് കുഴച്ചെടുക്കാം. അതിനുശേഷം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം കേട്ടോ. തേങ്ങ, അതുപോലെ തന്നെ അതിനകത്തേക്ക് ജീരകം, പിന്നെ ഏലക്കാപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതൊന്ന് ചൂടാക്കി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ചീമ്പി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവെടുത്ത് ഇലയിലേക്ക് പരത്തി കൊടുക്കാം കേട്ടോ. പരത്തി കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം നനച്ചിട്ട് ഇലയിലേക്ക് നല്ലോണം പരത്തുവാണെങ്കിൽ വൃത്തിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഇടനയിലയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് വാഴയിലയും ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സ് എടുത്ത് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇല രണ്ടായിട്ട് മടക്കിയിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ് നമുക്ക് ഇഡലിത്തട്ടയിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് അടച്ച് വെച്ച് ആവി കയറ്റിയതിന് ശേഷം നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. 4 മണിക്കൊക്കെ പലഹാരത്തിനായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്